Hello everyone, welcome to a new episode of 365 Days of English. I am Shruti. അപ്പോൾ നമ്മൾ ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പഠിച്ചു അല്ലേ? എന്തുണ്ട്, ഹാസ്, ഹാവ് അതൊക്കെ പഠിച്ചു. ഇനി നമ്മൾ നാളെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നാളെ ഞാൻ ഇത് ചെയ്യും, നാളെ ഞാൻ വരും കേട്ടോ, നാളെ ഞാൻ അവിടെ പോകും കേട്ടോ, നാളെ ഞാൻ സിനിമ കാണും കേട്ടോ എന്നൊക്കെ എങ്ങനെയാണ് പറയാൻ നോക്കാം. ഓക്കെ, അപ്പം ഇനി വരാതിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാനിത് ചെയ്യും എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് വിൽ. ഓക്കെ, ഐ വിൽ കം ടുമാറോ, ഞാൻ നാളെ വരും. സിമ്പിളായിട്ട് പറയാം. ഇപ്പം ഐ ആണെങ്കിലും യു ആണെങ്കിലും ദേ, വി, ഹി, ഷീ, ഇറ്റ് ആൻഡ് ടോം എല്ലാവരുടെ കൂടെയും വില്ല് പോവും. ഓക്കെ, ഇപ്പം ഹീ വിൽ കം ടുമാറോ, ഫൈൻ. ഹീ വിൽ പ്ലേ ക്രിക്കറ്റ് ടുമാറോ, അവൻ നാളെ ക്രിക്കറ്റ് കളിക്കും. ടോം വിൽ വാച്ച് എ മൂവി ടുമാറോ, ടോം നാളെ ഒരു മൂവി കാണും. ഐ വിൽ ഗോ ടു വർക്കല ടുമാറോ, ഞാൻ നാളെ വർക്കലയിൽ പോവും. ഹീ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ടുമാറോ, അവൻ നാളെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ നാളെ ഒരു കാര്യം ചെയ്യും എന്ന് പറയാനായിട്ട് എപ്പോഴും വിൽ യൂസ് ചെയ്യുക. ഐ വിൽ, യു വിൽ, ദേ വിൽ, വി വിൽ ഗോ ഫോർ എ മൂവി ടുമാറോ, ഞങ്ങൾ നാളെ ഒരു മൂവിക്ക് പോവും. ഓക്കെ, ഹീ വിൽ, ഷീ വിൽ, ഇറ്റ് വിൽ റെയിൻ ടുമാറോ, ഓക്കെ നാളെ മഴ പെയ്യും. അതുപോലെ ടോം വിൽ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് വിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം വിൽ പറയാൻ പഠിച്ചു, ഞാനത് ചെയ്യും എന്ന് പറയാൻ പഠിച്ചു. നാളെ ഞാനത് ചെയ്യും, ഇവിടെ പോവും. ഓക്കെ, ഇനി ഞാനത് ചെയ്യില്ല. ഇപ്പം നാളെ തന്നെ ആണെന്നില്ല, ഇപ്പോഴത്തെ ഒരു കാര്യം കഴിഞ്ഞ് ഇനി വരാനിരിക്കുന്ന എന്ത് പറയാനും നമുക്ക് വിൽ യൂസ് ചെയ്യാം. ഐ വിൽ ഗോ ടു പ്ലേ ക്രിക്കറ്റ് ഇൻ ദ ഈവനിങ്ങിൽ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് മോർണിംഗിൽ പറയാം, ആഫ്റ്റർനൂണിൽ പറയാം. ഓക്കെ, നാളെ തന്നെ ആണെന്നില്ല, പക്ഷേ ഇപ്പോഴത്തെ ഒരു മൊമെൻറ്റ് കഴിഞ്ഞ് സംഭവിക്കുന്ന എന്തിനും നമുക്ക് വിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഐ വിൽ ഗോ ടു വർക്ക് ടുമാറോ, നാളെ ഞാൻ വർക്കിന് പോകും, ചെയ്യും. ഓക്കെ, അപ്പം ഇനി ചെയ്യില്ല, ഞാനത് പോവില്ല എന്നൊക്കെ എങ്ങനെ പറയാൻ നോക്കാം. ജസ്റ്റ് സിമ്പിളായിട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ വില്ല് കഴിഞ്ഞ് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഐ ആം നോട്ട് എ ടീച്ചർ, ഐ വാസ് നോട്ട് എ ടീച്ചർ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇതുപോലെ തന്നെ സെയിം ഇവിടെയും ഐ വിൽ നോട്ട് കം ടുമാറോ, ഞാൻ നാളെ വരില്ല. ഐ വിൽ നോട്ട് പ്ലേ ക്രിക്കറ്റ്, ഞാൻ നാളെ നാളെ എന്നില്ല, ഞാൻ ക്രിക്കറ്റ് കളിക്കില്ല. ഓക്കെ, കളിക്കില്ല, കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ കളിച്ചു കഴിഞ്ഞെന്നോ അല്ല, ക്രിക്കറ്റ് കളിക്കില്ല, വരാതിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഒരു കാര്യം നാളെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, നാളെ ഈ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ഒരാൾ ചോദിക്കുകയാണ്, നാളെ നീ വർക്കിന് വരുന്നില്ലല്ലോ, നാളെ അപ്പം എന്താ പരിപാടി, നാളെ എന്ത് ചെയ്യായിരിക്കും? അപ്പോൾ പറയാം ഐ വിൽ ബി ട്രാവലിംഗ് ടുമാറോ, ഞാൻ നാളെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം അങ്ങനെ പറയുമ്പം ഒരു ഐ എൻ ജി ആഡ് ചെയ്യുക. പക്ഷേ ഐ എൻ ജി ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ബി അവിടെ ഇട്ട് കൊടുക്കണം. വില്ലിൻ്റെ കൂടെ ഒരു ബി വേണം. ഐ വിൽ ട്രാവലിംഗ് എന്ന് പറയരുത്. ഐ വിൽ ബി ട്രാവലിംഗ് ടുമാറോ, ഞാൻ നാളെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ വിൽ ബി വാച്ചിങ് എ മൂവി ടുമാറോ, ഞാൻ നാളെ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഐ വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ് ടുമാറോ, ഞാൻ നാളെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഈവനിങ് ഐ വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ് ഇൻ ദ ഈവനിങ്, ഞാൻ ഈവനിങ്ങിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ മാത്രം ഐ എൻ ജിയും ബിയും ചേർക്കുക. പക്ഷേ ഐ എൻ ജി യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബി അവിടെ ഉണ്ടാവണം. ഐ വിൽ ബി, ഹി വിൽ ബി പ്ലേയിങ്, ഷീ വിൽ ബി ഡാൻസിങ്. ഓക്കെ, ടോം വിൽ ബി സിംഗിങ്, ഇറ്റ് വിൽ ബി റെയിനിങ്. ഓക്കെ, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ ബി ആഡ് ചെയ്യണമെന്ന് മാത്രം, നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി അതുപോലെ തന്നെ സെയിം തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കില്ല. ഐ വിൽ നോട്ട് ബി ട്രാവലിംഗ് ടുമാറോ, ഞാൻ നാളെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കില്ല. ഓക്കെ, ടോം വിൽ നോട്ട് ബി പ്ലേയിങ് ക്രിക്കറ്റ് ടുമാറോ, ടോം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ല. ഓക്കെ, ഇനി ഇതെങ്ങനെ ക്വസ്റ്റ്യനായി ചോദിക്കും. നീ നാളെ വരുമോ? നമുക്കൊരാളോട് ചോദിക്കുകയാണ്, നീ നാളെ വരുമോ? വിൽ യു കം ടുമാറോ, ആ വില്ലെടുത്ത് നേരെ ഫ്രണ്ടിലിട്ടാൽ മതി. ഓക്കെ, വിൽ യു കം ടുമാറോ, വിൽ ഹി കം ടുമാറോ, അവൻ നാളെ വരുമോ? വിൽ യു ഗോ ഫോർ ദ മൂവി ടുമാറോ, നീ നാളെ മൂവിക്ക് പോവുമോ? വിൽ യു കം വിത്ത് മീ, നീ എൻ്റെ കൂടെ വരുമോ? ഓക്കെ, എന്ത് കാര്യം ഇനി വരാൻ പോണത് ചോദിക്കാനായിട്ട് വില്ല് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വിൽ യു ഡു ദാറ്റ് ഫോർ മീ. ഇപ്പം നമ്മൾ ചോദിക്കാറുണ്ട്, വിൽ യു മാരി മീ, വിൽ യു ബി മൈ ഗേൾ ഫ്രണ്ട്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം വില്ല് ആദ്യം ഇടാം. അപ്പോൾ എന്താണ്, നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ് പറയുമ്പം ഞാൻ നാളെ ചെയ്യുമെന്ന് പറയുമ്പം ഐ വിൽ കം ടുമാറോ, ഐ വിൽ നോട്ട് കം ടുമാറോ, ഞാൻ നാളെ വരില്ല. വിൽ ഐ കം ടുമാറോ, ഞാൻ നാളെ വരുമോ? ഹീ വിൽ പ്ലേ ക്രിക്കറ്റ്, ഹീ വിൽ നോട്ട് പ്ലേ ക്രിക്കറ്റ്, വിൽ ഹീ പ്ലേ ക്രിക്കറ്റ്,
ഇനി വിൽ നോട്ടിൻ്റെ കോൺട്രാക്ഷൻ ആണ് വോണ്ട്. ഓക്കെ, ഹി വോണ്ട് പ്ലേ ക്രിക്കറ്റ്, ഐ വോണ്ട് കം ടുമാറോ. ഓക്കെ, അങ്ങനെയും പറയാം. ഓക്കെ ദെൻ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.